ഇത് ഹൈക്കോടതി പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ശബരിമല ശ്രീകോവിലിലെ ഒരു തരി സ്വർണവും പോലും ഇല്ലാത്ത വിധം ഇവർ അടിച്ചുകൊണ്ട് പോയേനെ എന്ന ഒരു വല്ലാത്ത ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് ആ ദ്വാരപാലക ശില്പങ്ങളും കട്ടളപ്പാളികളുമാണ് ആ കേസിൽ ഇപ്പോഴുള്ളതെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് വലിയ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉള്ള കച്ചമുറുക്കൽ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം പിന്നിൽ നടന്നിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പ്രധാനപ്പെട്ട പ്രതികളൊക്കെ തന്നെ ഇത്തരത്തിൽ ആഴത്തിലുള്ള ഒരു ഗൂഢാലോചന ഇതിൽ നടത്തിയിരുന്നു എന്നതാണ് SIT വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കട്ടിളപ്പാളിയിൽ നിന്ന് 409 ഗ്രാം സ്വർണമാണ് ഇവർ കട്ടുകൊണ്ടുപോയിരിക്കുന്നത്, അടിച്ചു മാറ്റിയിരിക്കുന്നത്. കട്ടിളപ്പാളി എന്ന് പറയുന്നത് ശിവരൂപവും അടക്കം ഏതാണ്ട് 7 പീസുകൾ ചേർന്നതാണ്. അതിൽ നിന്നാണ് ഇത്രയധികം സ്വർണം പോയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2025 ഒക്ടോബറിലാണ് ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് വരികയും ഈ സ്വർണ്ണക്കൊള്ള കോടതി പിടിക്കുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനും ഇവർ ആണ് ഈ പുറത്തുള്ള ഈ സ്വർണ്ണ ഇടപാടുകൾക്കെല്ലാം നേതൃത്വം നൽകിയിരിക്കുന്നവർ. ഇവർ 3 പേരും ഒരു ബംഗളൂരുവിൽ ഒരു സ്ഥലത്ത് ഒത്തുചേർന്നു എന്നതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേഷനിൽ നിന്ന് അത്തരത്തിലൊരു തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് SIT പറയുന്നത്. അങ്ങനെ ഇവർ ഈ കേസ് മുന്നോട്ട് പോയാൽ അതിനെ എങ്ങനെ തകർക്കണം അല്ലെങ്കിൽ അതെങ്ങനെ അട്ടിമറിക്കണം എന്നത് സംബന്ധിച്ച ഒരു ഗൂഢാലോചന, ഈ മോഷണത്തെ മറയ്ക്കാനുള്ള ഗൂഢാലോചന ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതടക്കമുള്ള വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് SIT ഈ കേസിൽ നടത്തിയിരിക്കുന്നത്.